നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ചാവേറുകളുടെ ചോരക്കൊതി. ഇറാഖ് തലസ്ഥാനത്തെ ഇരട്ട ചാവേർ സ്ഫോടനത്തിൽ മരണം 130 കടന്നു. 150-ലധികം പേർക്ക് പരിക്ക്. കൊല്ലപ്പെട്ടവരിലധികവും സ്ത്രീകളും കുട്ടികളും. ബാഗ്ദാദിലെ 2 നഗരങ്ങളിലായി IS ഭീകരാക്രമണം ഉണ്ടായത് ഇന്നലെ പുലർച്ചെയോടെ. വാണിജ്യ കേന്ദ്രമായ കറദ നഗരത്തിൽ ഭീകരർ സ്ഫോടനം നടത്തിയത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഷോപ്പിംഗ് മാളിലേക്ക് ഓടിച്ചു കയറ്റി. തൊട്ടു പിന്നാലെ ഷിയ ഭൂരിപക്ഷ മേഖലയായ സദർ നഗരത്തിലും സ്ഫോടനം. റംസാൻ നോമ്പുതുറ കഴിഞ്ഞ് വ്യാപാര കേന്ദ്രങ്ങളിൽ തിരക്കേറിയ സമയത്തായിരുന്നു ആക്രമണം. കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയ ഇറാഖ് പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദിയുടെ വാഹനത്തിന് നേരെ ചെരിപ്പെറിഞ്ഞ് ജനക്കൂട്ടത്തിന്റെ പ്രതിഷേധം. IS നിയന്ത്രണത്തിലായിരുന്ന ഫലൂജ നഗരം സൈന്യം തിരിച്ചുപിടിച്ച ദിവസങ്ങൾക്കകമാണ് ഇറാഖിനെ നടുക്കിയ ഇരട്ട ആക്രമണം. അതേസമയം ധാക്ക ഭീകരാക്രമണത്തിനു പിന്നിൽ IS ഭീകരർ അല്ലെന്ന വാദവുമായി ബംഗ്ലാദേശ്. ആക്രമണം നടത്തിയത് നിരോധിത സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീൻ തീവ്രവാദികൾ. വെള്ളിയാഴ്ച രാത്രിയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതീവ ജാഗ്രത. കസേരയുടെ കുരുക്കഴിച്ച്. VSന്റെ ക്യാബിനറ്റ് പദവിയിൽ നിയമഭേദഗതിക്കുള്ള ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയ്ക്ക് മന്ത്രിസഭാ അംഗീകാരം. വിഷയത്തിൽ നിയമഭേദഗതിക്ക് ആവശ്യമായ സാധ്യതകൾ പരിശോധിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്. ഈ സമ്മേളന കാലത്ത് തന്നെ ഭേദഗതി സഭയിൽ അവതരിപ്പിക്കും. സർക്കാർ തീരുമാനം. ക്യാബിനറ്റ് റാങ്കോടെ VSന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാൻ. MLA ആയ VSന് ആദായകരമായ ഇരട്ട പദവി നൽകാൻ നിയമഭേദഗതി അല്ലാതെ മാർഗമില്ലെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. മാപ്പാക്കി തീർപ്പാക്കി. കോഴിക്കോട്ടെ കളക്ടർ MP പോര് ആന്റി ക്ലൈമാക്സിൽ. MK രാഘവനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് നിർവ്യാജം ക്ഷമ ചോദിച്ച് N പ്രശാന്ത്. വ്യക്തിബന്ധം വഷളായതിൽ ദുഃഖമുണ്ട്. ഔദ്യോഗിക കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ക്ഷമാപണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് MK രാഘവൻ. അതേസമയം കളക്ടറുടെ നടപടി മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് എന്ന് സൂചന. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തുടക്കം. MP ഫണ്ട് വിനിയോഗത്തിന് ജില്ലാ കളക്ടർ തടസ്സം നിൽക്കുന്നു എന്ന MK രാഘവന്റെ ആരോപണത്തെ തുടർന്ന്. കാത്തിരുന്ന നാട്ടിലേക്ക്. ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ലഭിച്ച അബ്ദുൾ നാസർ മദനി ഉച്ചയോടെ നാട്ടിലെത്തും. ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ തടവുകാരനായ മദനിക്ക് കേരളത്തിൽ തങ്ങാൻ NIA കോടതി നൽകിയ അനുമതി 8 ദിവസത്തേക്ക്. മദനിയുടെ അപേക്ഷയിൽ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അർബുദബാധിതയായ അമ്മയെ കാണാനെത്തുന്ന മദനി അടുത്ത ചൊവ്വാഴ്ച വരെ കേരളത്തിൽ ഉണ്ടാകും. വിമാനത്തിൽ 12:30 നെടുമ്പാശ്ശേരിയിലെത്തുന്ന അദ്ദേഹം കാറിൽ അൻവാർശേരിയിലേക്ക് പോകും. വിമാനത്താവളത്തിൽ PDP പ്രവർത്തകർ മദനിക്ക് ഗംഭീര സ്വീകരണം നൽകും. നിദാഖാത്ത് വീണ്ടും. പ്രവാസികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടി സൗദിയിൽ പുതിയ നിദാഖാത്തിന് ഒരുക്കം. ഡിസംബറിൽ മൗസൂൺ നിദാഖാത്ത് പ്രാബല്യത്തിൽ വരുന്നതോടെ തൊഴിൽ സ്ഥാപനങ്ങളിലെ മുഖ്യ പദവികളിൽ നിന്നും ചുമതലകളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ പുറത്താകും. പുതിയ നിയമത്തിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് സന്തുലിത സ്വദേശീവത്കരണം. വല നിറച്ച ആവേശം. യൂറോ കപ്പിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ഐസ്ലൻഡിനെ തകർത്തത് 2-5 ഗോളുകൾക്ക്. ഒളിവിയർ ജിറൗഡിന് ഇരട്ട ഗോൾ. അട്ടിമറി പരമ്പരകൾ സൃഷ്ടിച്ചു മുന്നേറിയ ഐസ്ലൻഡിന്റെ തോൽവി ഭാരം കുറച്ചത് കോൾബന്റെയും ബെർണാസണിന്റെയും ഗോളുകൾ. ഫ്രഞ്ച് പടയ്ക്ക് വേണ്ടി പോൾ പോഗ്ബയും ദിമിത്രി പായറ്റും അന്റോണി ഗ്രീസ്മാനും ഓരോ ഗോൾ വീതം നേടി. ജൂലൈ 8 നടക്കുന്ന സെമിയിൽ ഇറ്റലിയെ ഷൂട്ടൌട്ടിൽ തകർത്തെറിഞ്ഞ് ജർമ്മനിയാണ് ഫ്രാൻസിന്റെ എതിരാളി. പോർച്ചുഗൽ വെയിൽസ് പോരാട്ടം വ്യാഴാഴ്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.